ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ചോറിനോടൊപ്പം കഴിക്കാനുള്ള ഒരു ഈസി കറിയാണ് കത്തിരിക്ക പുളിയും കറി. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ നാടൻ കറികൾ എപ്പോഴും കറിച്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? അങ്ങനെ നമ്മുടെ കറിച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയായിരിക്കും ടേസ്റ്റ് തരുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറണം ജീരകത്തിൻ്റെ, അതുപോലെ കടുക് പൊട്ടണം, ഉലുവ ഒന്ന് ബ്രൗൺ ആവണം. അങ്ങനെ ഇവിടെ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 10-12 ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതാണ് അടുത്ത് ചേർത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് നല്ലതായിട്ട് തരുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആഡ് ചെയ്യാം. അങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞതും ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കത്തിരിക്കയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു 2 വലിയ കത്തിരിക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളിയും, ഒരു തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമ്മളെ കത്തിരിക്കയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പുളിയാണ് ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളിയിൽ ഒരു 1/2 കപ്പ് വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്ത് പുളിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചാറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റി ഒരു ചെറിയ കുറുകിയൊരു പരുവമായിരിക്കണം. ഒരുപാട് വെള്ളം പോലെ ഈ കറി പാടില്ല. ഇനി നമ്മളുടെ കറിയിലേക്ക് ഞാൻ അടുത്തതിട്ടിട്ടുള്ളത് പഞ്ചസാരയാണ്, ഒരു 1/2 ടീസ്പൂണായിട്ട്. എൻ്റെ അടുത്ത് ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കര വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ കഷ്ണം ശർക്കര ഇടുന്നതായിരിക്കും നല്ലത്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കറി. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.